ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വഴി സംസ്ഥാനത്ത് ഇതിനകം നിർമ്മാണം തുടങ്ങിയത് 31,429.15 കോടിയുടെ നിക്ഷേപ പദ്ധതികൾ. നിർമ്മാണം ആരംഭിച്ച 86 പദ്ധതികളിൽ നിന്നാണ് ഇത്രയും നിക്ഷേപം യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 40,439 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. ജൂലൈയിൽ 1,500 കോടിയുടെയും ഓഗസ്റ്റിൽ 1,437 കോടിയുടെയും നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കമാകും. സംസ്ഥാന വ്യവസായ വകുപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ താൽപര്യപത്രം ഒപ്പുവെച്ച നിക്ഷേപ പദ്ധതികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതുവഴി 31,429.15 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. നിർമ്മാണാരംഭം കുറിച്ച 86 പദ്ധതികളിൽ നിന്നാണ് ഇത്രയും നിക്ഷേപം യാഥാർത്ഥ്യമാകുന്നത്. IKGSൽ നിക്ഷേപ വാഗ്ദാനം ലഭിച്ച 20.28% പദ്ധതികളാണ് ഇതോടെ നിർമ്മാണം ആരംഭിച്ചത്. KSIDCയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 40,439 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1,77,731.66 കോടി രൂപയുടെ 424 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത്. അപ്പോൾ അതിൽ 86 പദ്ധതികൾ ഇപ്പോൾ തുടക്കം കുറിച്ചു. ജൂലൈയിൽ 1,500 കോടിയുടെ തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ആഗസ്റ്റിൽ 1,437 കോടിയുടെ നിക്ഷേപം കൂടി തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. IKGSന് ശേഷം കിൻഫ്ര വ്യവസായ പാർക്കുകളിലെ നിക്ഷേപ പദ്ധതികളിലും വലിയ വർധനവുണ്ടായി. കിൻഫ്രയുടെ 8 പാർക്കുകളിലായി 25 പദ്ധതികൾ ഇക്കാലയളവിൽ ആരംഭിച്ചു. സംസ്ഥാന വ്യവസായ വകുപ്പ് മുഖേന 101 പദ്ധതികൾ നടപ്പാക്കുന്നതിൽ 8 എണ്ണം പൂർത്തിയായി. ഫെബ്രുവരി 21-22 തീയതികളിൽ നടന്ന IKGSന് ശേഷം വെറും 4 മാസം പിന്നിടുമ്പോഴാണ് ഈ മികച്ച നേട്ടമെന്നും മന്ത്രി വ്യക്തമാക്കി. IKGS വേദിയിൽ 1.52 ലക്ഷം കോടി രൂപയുടെ താൽപര്യപത്രങ്ങളാണ് ഒപ്പിട്ടത്. പിന്നീട് ലഭിച്ചതുൾപ്പെടെ കണക്കാക്കിയാൽ 1.92 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം IKGSലൂടെ ലഭിച്ചു. ഇവയിൽ നിന്ന് സൂക്ഷ്മ പരിശോധനയിലൂടെ അന്തിമമാക്കിയ 1.77 ലക്ഷം കോടി രൂപയുടെ 424 പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം 3 വൻകിട നിക്ഷേപ പദ്ധതികൾക്കും ജൂൺ മാസത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.